AMMA ആണോ അമ്മയാണോ എന്ന് ഇപ്പോഴും പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ പ്രസ്ഥാനം തുടങ്ങിയത് മുതലേ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ സ്ത്രീകൾ അതിൻ്റെ ഭരണച്ചുമതലയേറ്റപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞ സ്ത്രീകളാണ്, അവർ വളരെ ശാന്തശീലരായി ഭംഗിയായി കൊണ്ടുപോകും. പക്ഷേ ഇപ്പോൾ കാണുന്നത് അവിടെ ഒരു എന്താണ് പെൺപോരാണ്, എല്ലാവരും വാളും പരിചയമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ, അതായത് 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പന്തളം നഗരസഭ BJP പിടിച്ചടക്കിയത് പെൺപുലികളിലൂടെ. അതായത് BJP ഭരണം മൃഗീയ ഭൂരിപക്ഷത്തിൽ ഈ പന്തളം നഗരസഭ പിടിക്കുന്നു. അതുകൊണ്ട് 18 വനിതകൾ BJP പക്ഷത്തു നിന്ന് ജയിക്കും. അവിടുത്തെ നഗരസഭാ ചെയർമാനായിട്ട് വരേണ്ടത് ജനറൽ കാറ്റഗറിയിലുള്ള പുരുഷനാണ്. ജനറൽ കാറ്റഗറിയിൽ നിന്നാണ് അവരതിനുശേഷം ഇത്രയും വനിതകളുടെ ഇടയിൽ 2-3 BJPയിൽ പുരുഷന്മാരുണ്ട്. ഇതിലൊരു വനിതയെ ചെയർപേഴ്സൺ ആക്കി. അതുമാത്രമല്ല, ആ വനിത പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണ്. അവരെ ചെയർപേഴ്സൺ ആക്കുന്നു. കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ഞെട്ടിക്കുകയാണ്. കാരണം ഒരു മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ ഒരു ഭരണസമിതിക്ക് അധ്യക്ഷയായിട്ട് ഒരു ദളിത് സമുദായത്തിൽ നിന്നുള്ള ഒരു വനിത അല്ലാത്ത സീറ്റ് വരുന്നു. വലിയ സംഭവമാണ്. K. സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായിരിക്കും. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് ആ നഗരസഭ മുടിഞ്ഞ് മുണ്ടക്കോല് അതെന്ന് പറഞ്ഞാൽ ഈ വന്നിരുന്ന 18 വനിതകളും പുതുമുഖങ്ങളാണ്. ഇവർക്ക് യാതൊരു ഭരണപരിചയവും. ഇവരെ നിയന്ത്രിക്കാൻ പുരുഷന്മാരോ അല്ലെങ്കിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആകെ ഒരു പുരുഷനാവുള്ളൂ. അയാൾ പറഞ്ഞാൽ ഇവർ കേൾക്കത്തില്ല. അയാളും ഈ നഗരസഭാ ചെയർപേഴ്സണായിട്ട് അടി പിടി ബഹളം തെറിവിളി, ഒരു ഹോളിനകത്ത് കിടന്ന് ഭയങ്കര തമ്മിൽ അടിച്ചടിച്ച് നഗരസഭ അങ്ങ് ഇല്ലാതെ. അടുത്ത ഇലക്ഷൻ ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഭരണം പോയി. അതാണ് ഏതാണ്ട് അതേ അവസ്ഥയിലാണ് AMMA അഥവാ അമ്മ. നമ്മളിലെ ഇന്ത്യ സഖ്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും നമുക്ക് കമന്റ് എഴുതും, ഇന്ത്യയാണ് മേലിൽ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഇത് അമ്മ എന്ന് ഇതിനെ ആരും ഇപ്പൊ വിളിക്കുന്നില്ല. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്, AMMA എന്ന് മാത്രം വിളിക്കുക. എന്തായാലും നമ്മൾ എളുപ്പ വഴിക്ക് വേണ്ടി ഇതിനെ നമ്മൾ അമ്മ എന്ന് പറയുന്നു. അല്ല, ഇത് നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ തർക്കങ്ങൾ വേറെ തലങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പൊ ആദ്യം അൻസിബ ഹസൻ, കുക്കു പരമേശ്വരൻ, ടെന്നി ടോം ഇവരിലൊക്കെ ഒതുങ്ങി. ടെന്നി ടോം വരെ ചീത്ത വിളിച്ചൊന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അൻസിബ പറയുന്ന അൻസിബ എന്താ വർഗീയമായി പറഞ്ഞ് കളിയാക്കിയെന്ന് പറയുന്നുണ്ടായിരുന്നു. കുക്കുവിനെതിരെ വലിയൊരു വിഭാഗം അവിടെ എത്തുന്നു. അപ്പോൾ ഈ അടി ഇങ്ങനെ കലശലായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത വരവ് ദല്ലാൾ നന്ദകുമാറാണ്. ഇയാളില്ലാത്ത ഒരു സ്ഥലവും ഇല്ലാത്തുള്ളതാണ്. ഇപ്പൊ ഈ നീനാക്കുറുപ്പ് ടിനി ടോമിനെതിരെ ഒരു പരാതി കൊടുത്തു അല്ലേ? പരാതി കൊടുത്തു. അത് പച്ചത്തെറിയാണ്. ഇന്നലെ നമ്മള് ആ തെറി മായിച്ചിട്ട് നമ്മൾ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. പച്ചത്തെറി അവരെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല, കൈ മുഷ്ടി ചുരുട്ടി നീനാക്കുറുപ്പിനെ ഇടിക്കാൻ ചെന്നു എന്നാണ്. ഇടിക്കാൻ എത്തി. അതായത് ഈ അമ്മയുടെ ഏതാണ്ട് സംഗമം, താരസംഗമത്തിന്റെ റിഹേഴ്സൽ നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ്. അടിപിടിയാണ്. അപ്പം അവര് എന്തായാലും അവർ പരാതി കൊടുത്തു. പിന്നെ ഇതിനകത്ത് പ്രസിഡന്റ് ഒരു വഴിക്ക്, ജനറൽ സെക്രട്ടറി വേറൊരു വഴിക്ക്. അതായത് ഓർത്തോണം, മോഹൻലാലും ഇന്നസെന്റും MG സോമനും ഒക്കെ ഇരുന്ന, ഇടവേള ബാബു ഒക്കെ ഇരുന്ന ഇതാണ്. അതെ, അപ്പം എന്താണെങ്കിലും ഇത് ഈ പെണ്ണുങ്ങൾ തമ്മിൽ ഒരു അടിയായിട്ട് ഇതങ്ങ് മാറി. ആ ഒരു ചക്കളത്തിൽ പറയണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം, അങ്ങനെ തന്നെ ഇങ്ങനെ പറഞ്ഞു, അത് മറ്റേ അവിഹിതം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, എന്നെ ഭീഷണിപ്പെടുത്തി. ഇത് വളരെ വിചിത്രമായ, കാരണം ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മൾ താരങ്ങളുടെ സംഘടനയാണെന്ന് പറയണമെങ്കിൽ പോലും ഇവർ ഒരുപാട് പഴയ കാലത്ത് നിന്ന് അവസരങ്ങളില്ലാത്ത രോഗികളൊക്കെ ഒരുപാട് കലാകാരന്മാർക്ക് പെൻഷൻ വരെ കൊടുക്കുന്നുണ്ട്. നല്ല കാര്യമാണ് അതൊക്കെ സത്യം പറഞ്ഞാൽ. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനം തകർന്നു പോകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ജീവിതമൊക്കെ ഇല്ലാതായി. അല്ലെ, ഇതൊരു വലിയ സഹായമുണ്ട്. ഇതൊരു വലിയ കുരിശായപ്പോ കളഞ്ഞിട്ട് പോയതാ മമ്മൂട്ടി മോഹൻലാലും ആണ്. കഴിഞ്ഞ തവണ അവരെ ഇതിനകത്തുനിന്ന് മാറി എന്ന്, മുതിർന്ന താരങ്ങൾ മൊത്തം മാറി എന്നിട്ട് ഈ പുതുമുഖങ്ങളെല്ലാം ഏൽപ്പിച്ചു. അത് പണ്ട് വിമർശിക്കായിരുന്നു, അവർ പണിപടി കിട്ടുന്ന വെച്ച് കൊടുത്തിട്ട് പോയതാ. എന്തായാലും നമ്മുടെ ശ്വേതാമേനോനല്ലേ പ്രസിഡന്റ്, അതെ, കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി. അപ്പൊ ഇതിനകത്ത് തന്നെ വലിയ ഗ്രൂപ്പിസമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ അമ്മായിക്കകത്ത് നീതി കിട്ടുന്നില്ല എന്നും പറഞ്ഞാണല്ലോ ഈ പാർവതി തെരുവോത്ത് അടക്കം കുറെ പേര് വേറെ എന്താ വിമൻസ് ഫ്രട്ടേണിറ്റിയോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി. അവസാനം അതിൽ നിന്നുള്ള പലരും അതിൽ നിന്ന് മരണം ചാടി രഹസ്യമായി മറ്റേ എന്താണ് ഇവരുടെ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് ആരോപിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഈ എന്താ പറയുന്നത് ഈ വനിതാ വിമോചക പോരാളികളാണ്
അവരാണ് വേറെ വിട്ടുപോയത്. അവരെല്ലാം വേറെ വിട്ടുപോയി. അവരുടെ ഇടയ്ക്ക് ഒന്ന് കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നു. അതിലൊക്കെ രസം ദിലീപ് വിഷയത്തിൽ മാത്രമേ ഇവർക്കെല്ലാം പ്രതികരണ ശേഷി ഉണ്ടായിരുന്നുള്ളൂ. ദിലീപ് വിഷയത്തിൽ. ഈ മറ്റേ വിഷയത്തിൽ ഏതാ രഞ്ജിത്തിൻ്റെയും PT കുഞ്ഞുമുഹമ്മദിൻ്റെയും ഒക്കെ വിഷയം വന്നപ്പോഴത്തേക്ക് ഇവരുടെ എല്ലാം സ്വരം നഷ്ടപ്പെട്ടു. അവരുടെ സംസ്കാര നായകന്മാർ കൂടിയാണല്ലോ. അപ്പൊ അതെ, അവർക്ക് അന്നേരം ഭാഗ്യലക്ഷ്മി അടക്കമുള്ള ആൾക്കാർക്ക് യാതൊരു അനക്കവും ഇല്ല, യാതൊരു ചാട്ടവും ഇല്ല, ബഹളവും ഇല്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് പോയി. അങ്ങനെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്വേതാ മേനോനും റുക്കു പരമേശ്വരനും ബാബുരാജ് തോറ്റുപോയെന്നു. ബാബുരാജ് തോറ്റു. പിന്നെ മറ്റേ ഇയാളുണ്ടല്ലോ ഉണ്ണീഷ് ഗോപാൽ, ആ നടൻ മലയാള സിനിമയിൽ അയാൾ ട്രഷറാ അല്ലേ? ട്രഷറാണെന്ന് അദ്ദേഹം പണ്ടം കണ്ട സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? നമുക്ക് ഉണ്ണീഷ് ഗോപാലിനെതിരെ ആരാ പരാതി കൊടുത്തത്? ഉണ്ണീഷ് ഗോപാലിനെതിരെ അവിടുത്തെ ജീവനക്കാരി പരാതി കൊടുത്തു. അതുകൊണ്ട് അയാൾ തൽക്കാലം നിർബന്ധിത അവധിയിലോ മറ്റോ പ്രവേശിപ്പിച്ചു. അങ്ങനെ ആ ജീവനക്കാരിക്ക് നേരെ പല രീതിയിലുള്ള അപമാനകരമായ സംഭവങ്ങൾ ഉണ്ടായി എന്നും പറഞ്ഞ് അവര് പരാതി കൊടുത്തു. എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ഈ അമ്മ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇപ്പോ അതിനകത്തോട്ടാണ് ദല്ലാൽ നന്ദകുമാർ വന്ന് ചേർന്നത്. അവസാനത്തെ പറയണം, അത് പുള്ളി ഇല്ലാത്ത ഒരു പ്രസ്ഥാനം നമ്മുടെ രാജ്യം, പ്രത്യേകിച്ച് കൊച്ചിയിൽ പുള്ളി ഇല്ലാത്ത ഒരു കാര്യമില്ല. പണ്ട് ശോഭാ സുരേന്ദ്രൻ വന്ന് വീണതും ഇയാളുടെ വലയിൽ ആണല്ലോ, ദല്ലാൽ നന്ദകുമാർ. അയാളുടെ പേര് കീറുകൃത്യങ്ങളല്ലേ, ദല്ലാൽ നന്ദകുമാർ. ദല്ലാൽ നന്ദകുമാർ എവിടെയും ഉണ്ട്. എല്ലാവരും വാർത്തയിൽ പോയിക്കും ദല്ലാളം തന്നെയാണ്. ദല്ലാളിന്റെ ഈ അമ്മയുടെ കുടുംബ സംഗമം നടത്തുന്നതിന് 75 ലക്ഷം രൂപയാണ് ഇവര് ധാരണയായിരുന്നത് എന്നാണ് പറഞ്ഞത്. അതെന്തോ ക്ഷേത്രത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റായെന്ന് തോന്നുന്നു, വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രം. അപ്പൊ ഈ 75 ലക്ഷം രൂപ വാങ്ങി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നു, ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ. അത് ഞാൻ കണ്ടില്ലായിരുന്നു ആ സിനിമ. അതിലിതാണ് ഈ മോഹിനിയാട്ട സിനിമ, നമ്മള് ചിരിച്ച് നമ്മുടെ ഊപ്പാട് വരുന്ന ഒരു സിനിമ. ആ സിനിമയ്ക്കകത്ത് ഇതുപോലെയാണ്, കൈക്കൂലി മേടിക്കുന്ന പൈസ, കൈക്കൂലി പൈസ മേടിച്ചാൽ വിജിലൻസ് പിടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ വിജിലൻസ് ഇത് പിടിക്കാതിരിക്കുക ഇവർ മാർഗം കണ്ടെത്തുകയാണ്. ഇവർ 4-5 സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലിക്കാരെല്ലാം കൂടെ ചേർന്ന് ഒരു ക്ഷേത്രം അങ്ങ് പണിയും. അവരിത് വളരെ ചുമ്മാ ഒരു ഭംഗിക്ക് പണിതാണ്. എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഒരു വലിയ ഭണ്ഡാരം വയ്ക്കും. അപ്പോൾ ഈ വലിയ ഡീല് വരുമ്പോൾ കൈക്കൂലി ഇതിനകത്താണ്, ദക്ഷിണ കൊണ്ട് ഇതിനകത്ത് ഇടാൻ പറയും. ഇതിനകത്ത് ഇടാൻ പറഞ്ഞ് ഇവർ ഇതിനൊരു ഐതിഹ്യമൊക്കെ ഉണ്ടാക്കും. ഐതിഹ്യം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ പ്രസാദം മിച്ചറും സോഡയുക. അതിനെക്കുറിച്ച് ഈ ഐതിഹ്യത്തിനകത്ത് ഇവർ തന്നെ ഒരു ഐതിഹ്യം എഴുതി ഉണ്ടാക്കുന്നത്. പണ്ട് ശ്രീരാമ വനവാസിന് പോയി വളരെയധികം വിശന്ന് വലഞ്ഞു വന്നപ്പോൾ ഒരു മോഹിനി എന്ന് പറയുന്ന ഒരു വനിത, ഒരു സ്ത്രീ, ആ നാട്ടിലെ ഗ്രാമചന്തയിൽ നിന്ന് കച്ചവടം ചെയ്യണം ഈ ഇലക്കകത്ത് കടലമാവും പിന്നെ കടലയും ഒക്കെ ചേർന്ന, നിലക്കടലയും ഒക്കെ ചേർന്ന ഒരു പലഹാരം. വിശന്നു വന്ന ശ്രീരാമൻ അവരോട് ചോദിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ തരുമോ? അപ്പോൾ അങ്ങനെ ഇവർ കൊടുക്കുകയാണ് ഈ മിക്സർ ചെയ്ത്. അപ്പൊ ഇത് വാങ്ങി തിന്നുന്നു. അപ്പൊ അങ്ങനെ അവിടെ പിന്നെ അവിടുത്തെ ഒരു വലിയ പിന്നെ പ്രധാനപ്പെട്ട വഴിപാട് ഉദ്ദിഷ്ട കാര്യസിദ്ധത്തിയായിട്ട് നമ്മളവിടെ പോയിരിക്കണം. അപ്പോൾ ഇതൊരു തേങ്ങ എടുത്ത് തലയ്ക്ക് ഒറ്റയടി അടിക്കും. ഒറ്റയടിക്ക് തേങ്ങ പൊട്ടിയാൽ നിങ്ങളുടെ കാര്യം സാധിക്കുമെന്നാണ്. അപ്പൊ ഓരോരുത്തരും നിരത്തി ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ മേൽശാന്തി ഇങ്ങോട്ട് ഒരു തേങ്ങ എടുത്ത് തലക്കടിക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ്. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ ആലോചിച്ച് ഇത് കണ്ടപ്പോ എടാ, ഒരു ക്ഷേത്രത്തിന് സിനിമാക്കാരുടെ കുടുംബസംഗമം. ഈ പേര്, അമ്പലത്തിന്റെ പേര് കേട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. കുറെ ആൾ മുമ്പ് വളത്തിലെ പ്രമുഖ ചാനലുകളിൽ അവരെ വാർത്ത സ്പോൺസർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അതിന്റെ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഈ അമ്പലത്തിലെ ഉത്സവം. ഈ 75 ലക്ഷം രൂപയൊക്കെ ഒരു സ്പോൺസർഷിപ്പിന് ഒരു ക്ഷേത്ര ഭരണസമിതി ട്രസ്റ്റ്. അപ്പൊ ആ ക്ഷേത്രത്തിന് അതുപോലെ വരുമാനം ഉണ്ടാകും. അപ്പോൾ ചോദിക്കുമ്പോൾ ഇന്ന് ദല്ലാൽ നന്ദകുമാർ പറയുന്ന വിശദീകരണം, ഞങ്ങളുടെ ഇവിടുത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിപാടിയാണ്. ഒരു 6-7 സിനിമാ താരങ്ങൾ സ്ഥിരം ഞങ്ങൾ വിളിച്ച് അവർ വരാറുള്ളതാണ്. മാത്രം പുള്ളി വേറെന്നൂടെ പറയുന്നുണ്ട്, ഉത്സവം കാണാൻ വരുന്ന താരങ്ങൾ ഞങ്ങൾ പേ ചെയ്യാറുണ്ടെന്ന്, പൈസ കൊടുക്കാറുണ്ടെന്നാണ്, പെയ്ഡ് പരിപാടിയാണെന്ന്. ഉത്സവം കാണാൻ വരുന്ന സിനിമാ താരങ്ങൾക്ക് പൈസ കൊടുക്കും നേരത്തെ തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ എന്താണ് ഈ അമ്പലത്തിന്റെ വരുമാനം? അമ്പലത്തിന്റെ വരുമാനം നമ്മുടെ ശബരിമല ക്ഷേത്രത്തേക്കായി വരുമാനം ഉണ്ടല്ലോ ഇവിടെ. അതാണ് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ക്ഷേത്രം ഒരു സിനിമാക്കാരുടെ പരിപാടി അങ്ങോട്ട് ഇത്രയും വലിയ സ്പോൺസർ ചെയ്യും. അപ്പൊ പുള്ളിക്ക് പരാതിയുണ്ട്. ഈ 75 ലക്ഷത്തിൽ 30 ലക്ഷം അഡ്വാൻസ് ആയിട്ട് കൊടുത്തു, 45 ലക്ഷം ഈ 31 കൊടുക്കും. അവർ കണക്കിങ്ങോട്ട് തരണമെന്നാണ്. അതെ. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എന്താ പറയുന്നത്, ഈ അവിടെ ഇത് വെച്ചില്ലേ ചടങ്ങ് നടന്ന വേദിയിൽ മറ്റേ ഫ്ലക്സ് അത് കുറഞ്ഞു പോയി എന്നാണ്. എന്തായാലും അൻസിബ ഇതിനെ എതിർത്തു എന്നാണ് അതിന്റെ അടിസ്ഥാനം അൻസിബ പറഞ്ഞത്. ഒരു ജാതീയ മതത്തിന്റെയും അങ്ങനെ ഒന്നും വെക്കാൻ പാടില്ല, ഇവിടെ എല്ലാ ജാതിയിലും പെട്ടവരുണ്ട്. അതെ.
എന്താണെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു സിനിമാ താരങ്ങളുടെ ഒരു സംഘടനയ്ക്ക് ഒരു ക്ഷേത്രം വക സ്പോൺസർഷിപ്പ് നൽകുകയാണ്. അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിലാണ് അതെന്നാ പിന്നെ ക്ഷേത്രത്തിന് തന്നെ നൽകിയ മതിയല്ലോ ജീവകാരുണ്യം. അപ്പൊ ഇതിനകത്തല്ല ഇതെല്ലാം നന്ദകുമാറും ഒക്കെ ഇടപെട്ടതോടെ എന്തൊക്കെയോ വിവാദങ്ങളും പ്രശ്നങ്ങളും ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന് തന്നെ. പണ്ട് ഈ അമ്മയുടെ ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് പണ്ട് ചെന്നൈയിൽ പണ്ട് കേരള ഫിലിം ചേംബർ എന്ന് പറഞ്ഞ പേര്, അങ്ങനെ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് അല്ല, അവിടെ ഒരു സിനിമാക്കാരുടെ ഒരു സംഘടനയാണ് ഫിലിം ചേംബർ എന്ന് മറ്റൊരു അതിൻ്റെ പേരൊന്നും. പ്രൈം മിനിസ്റ്ററൊക്കെ ഉമ്മറൊക്കെ അതിൻ്റെ ഭാരവാഹികളൊക്കെ ആയിരുന്നിട്ടുള്ള കാലമാണ്. അപ്പോൾ അന്ന് ഈ ചെന്നൈയിലുണ്ടാകുന്ന സിനിമാക്കാർക്കിടയിലെ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത് ഈ സംഘടനയായിരുന്നു. പക്ഷെ അന്ന് പ്രൈം മിനിസ്റ്ററും ഉമ്മറിനെയൊക്കെ പോലെയുള്ള വളരെ സീനിയറായിട്ടുള്ള വളരെ സ്വാധീന ശക്തിയുള്ളവരായതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ പിന്നീട് ഈ അമ്മയിലോട്ട് വരികയും ഇതിനൊരു ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ സംഗതികളെല്ലാം വന്ന് ആകെ ഇതായപ്പോഴത്തേക്കും ഇത് മൊത്തം കുളമായ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഓർമ്മയുണ്ടെന്ന് ഏതോ സിനിമയെന്ന് ഞാൻ മറന്നുപോയി, അതിൽ ജഗദീശ്രീമാർ ഒരു സന്യാസിയായിട്ട് വരും. സ്ഥാപനം പൂട്ടിക്കിടക്കുന്നതിനെ കുറിച്ചുള്ള വേവലാതിയിലാണ് ജഗദീഷ്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനം. അപ്പം അതിന് ജഗതി പറഞ്ഞൊരു നിർദ്ദേശമുണ്ട്, നിങ്ങൾ ആ സ്ഥാപനത്തിലെ യൂണിയൻ നേതാവുണ്ടല്ലോ അവനെ സ്നേഹപൂർവ്വം അടുത്ത് വിളിച്ചിട്ട് ഈ കമ്പനി അവനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഏൽപ്പിച്ചിട്ട് നിങ്ങളങ്ങ് പൊയ്ക്കോളുക. ഒന്നുകിൽ അവൻ ഇതോട് നശിക്കും, അതല്ലെങ്കിൽ അവൻ നിങ്ങളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തിരിച്ചുകൊണ്ടുവന്ന് കമ്പനി ഏൽപ്പിച്ചിട്ട് അത് വഴി ഇറങ്ങിപ്പോകും. അതുപോലെയാണ് ഇപ്പം മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ ഈ സംഘടന ഇവരെ ഏൽപ്പിച്ചിട്ട് ചെയ്തു. ഇവർ നോക്കിക്കോട്ടെ എന്ന് ശരിക്കും വലിയ പണിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം പൈസ കിട്ടണ്ടേ. ഇടവേള ബാബു കൊള്ളുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. ഇടവേള ബാബുവിൻ്റെ ഒരുപാട് ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ വന്നെങ്കിൽ പോലും ഈ ആളുകൾ അവിടുത്തെ അംഗങ്ങളുടെ ഈ പ്രത്യേകിച്ച് ഈ പെൻഷൻ കിട്ടുന്ന ആളുകൾ ചികിത്സ സഹായത കൃത്യമായിട്ട് നടത്തിയിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സംഘടന തകരുകയാണെങ്കിൽ അത് ഒരുപാട് പാവപ്പെട്ട കലാകാരന്മാരുടെ ജീവിതത്തെ തന്നെ ആയിരിക്കും ഗുരുതരമായി ബാധിക്കും. ഈ ഇവർക്കൊന്നും ഒന്നും നഷ്ടപ്പെടാനില്ല. ഇപ്പോൾ അവിടെ പദവി ഇരിക്കുന്നവർക്കൊന്നും ഒന്നും നഷ്ടപ്പെടാനില്ല. അവരെല്ലാം വളരെ സെറ്റിൽഡായിട്ടുള്ളവരാണ്, നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവരാണ്. ഈ സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത് ഈ സാധാരണക്കാരെ പണ്ട് കലാകാരന്മാർ ഇപ്പോൾ കിടപ്പിലായി പോയി എത്രയോ പേരുണ്ട്. അവരെ സഹായിക്കേണ്ട സംഘടനയായിരുന്നത്. എന്തായാലും അമ്മ പിരിഞ്ഞ് വീണ്ടും അച്ഛനും അമ്മയായിട്ട് മാറുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് വിവാഹമോചനം നടക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഏതായാലും ഇതൊരു വളരെ നല്ല ഒരു ലക്ഷണമല്ല ഇപ്പോൾ കാണുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം അഭിനേതാക്കളുടെ വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കിയൊരു പ്രസ്ഥാനം കുറച്ച് പേരുടെ ഈഗോയിൽ അല്ലെങ്കിൽ അവരുടെ വിചിത്രമായ ഇഷ്ടാനിഷ്ടങ്ങളിലോ അല്ലെങ്കിൽ വ്യക്തിയാധിഷ്ഠിതമായ പ്രശ്നങ്ങളിലോ കുരുങ്ങി ഇല്ലാതാവുന്നത് ശരിയായ നടപടി അല്ല. കാരണം ഒരുപാട് പേരെ ഇന്ന് കഷ്ടപ്പെട്ടാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തത്.